ഹായ്, ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് ഇതിലെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് 51ാമത്തെ പേജിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: ഇൻ ഈച്ച് ഓഫ് ദ പ്രോബ്ലം ബിലോ എ സർക്കിൾ ആൻഡ് എ കോഡ് ഈസ് ടു ബി ഡ്രോൺ ടു സ്പ്ലിറ്റ് ദ സർക്കിൾ ഇൻ ടു 2 parts. The parts must be as specified. All angles in one part must be 80 degree. All angles in one part must be 110 degree. All angles in one part must be half the angles in the other part. All angles in one part must be 1.5 times the angles in the other part. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ all angles in one part must be 80 degree. നമ്മൾ ഈ കോഡ് വരച്ച് സർക്കിളിനെ ഭാഗിക്കുമ്പോൾ അവിടെ ഒരു പാർട്ടിൽ നമുക്ക് വരയ്ക്കാവുന്ന എത്ര ആംഗിൾ ആ ഒരു കോഡ് കൊണ്ട് അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാർട്ടിൽ വരുന്ന എല്ലാ ആംഗിൾസും 80 ഡിഗ്രി കിട്ടുന്ന രീതിയിൽ വരയ്ക്കണം. എത്ര ആംഗിൾ വരച്ചാലും 80 ഡിഗ്രി കിട്ടുന്ന രീതിയിൽ, അതുപോലെ അടുത്തതിൽ 110 ഡിഗ്രി കിട്ടുന്ന രീതിയിൽ. അപ്പോൾ ഈ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് നമ്മൾ സർക്കിളിനെ കട്ട് ചെയ്യണം. കോഡ് വെച്ചിട്ട് ഓരോ പാർട്ടായിട്ട് മാറ്റണം. ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ സർക്കിൾ വരച്ചു. അതിന് നമ്മൾ ഓരോ ആംഗിളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇനി അതിൻ്റെ ഏത് അളവിലാണ്, നമ്മളിപ്പോൾ വെറുതെ വരച്ചതാണ്, ഏത് അളവിലാണ് കിട്ടേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു പേര് കൊടുക്കാം. ഇതിന് എ ബി സി എന്ന് പേര് കൊടുത്തു. സെൻറ്ററിൽ ഒ എന്ന് കൊടുത്തു. ഇത് നമുക്ക് വേണ്ടത് ഈ വരയ്ക്കുന്ന പാർട്ട്, നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ പാർട്ടാണ്. ഇതിന് നമ്മളിവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ എ സി ബി എന്ന് പറയുന്ന ആർക്ക്, ഈ ആർക്കിൽ നമ്മളിപ്പോൾ ഈ എ ബി എന്നൊരു കോഡ് വരച്ചു. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ എ യു ബി എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഈ എ സി ബി എന്ന് പറയുന്ന ആർക്കിൽ വരയ്ക്കുന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ വരയ്ക്കുന്ന എല്ലാ ആംഗിളുകളും നമുക്ക് 80 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ 80 ഡിഗ്രി ആവണം. അതുപോലെ ഇനി ഇവിടുന്ന് ഈ ആർക്കിലേക്ക് എവിടെ വരച്ചാലും ഈ ആംഗിൾ എല്ലാം 80 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ആംഗിൾ എ ഒ ബി ഈക്വൽ ടു 2 × 80 ഈക്വൽ ടു 160 ഡിഗ്രിയിൽ വരച്ചാൽ, അപ്പോൾ ഈ ആംഗിൾ നമ്മൾ 160 ആണെന്ന് വിചാരിക്കും. ഈ പാർട്ടിലേക്ക് നമ്മൾ എവിടെ ആംഗിൾ വരച്ചാലും, ഈ സർക്കിളിനെ മുട്ടുന്ന രീതിയിൽ എവിടെ എത്ര ആംഗിളുകൾ വരച്ചാലും അതെല്ലാം ഈ 160യുടെ പകുതിയായിരിക്കും. ഈ എ സി ബി എന്ന് പറയുന്ന ആർക്കിൽ അല്ലെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ വരുന്ന ആംഗിൾസ് എല്ലാം 80 ഡിഗ്രി ആയിരിക്കും. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി 110 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ നമുക്ക് സെൻട്രൽ ആംഗിൾ, അപ്പോൾ സെൻട്രൽ ആംഗിൾ നമുക്ക് ഈക്വൽ ടു അത് 2 × 110 ഡിഗ്രി ആയിരിക്കും. ഈക്വൽ ടു 220 ഡിഗ്രിയിലാണ് നമ്മൾ സെൻട്രൽ ആംഗിൾ വരയ്ക്കുന്നതെങ്കിൽ ആ പാർട്ടിലുള്ള എല്ലാ ആംഗിളുകളും നമുക്ക് 220യുടെ പകുതി 110 ഡിഗ്രി കിട്ടും. അപ്പോൾ നമുക്ക് 220 ഡിഗ്രി സെൻട്രൽ ആംഗിൾ വരയ്ക്കാൻ, 220 ഡിഗ്രി ഒരു റിഫ്ലക്സ് ആംഗിളാണ്. അപ്പോൾ നമുക്ക് അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് അത് 140 ഡിഗ്രി കിട്ടും. അപ്പോൾ ഈ 140 ഡിഗ്രിയിൽ നമുക്ക് സെൻട്രൽ വരച്ചിട്ട് അപ്പോൾ അതിൻ്റെ റിഫ്ലക്സ് ആംഗിൾ നമുക്ക് 220 ഡിഗ്രി കിട്ടും. അപ്പോൾ 220 സെൻട്രൽ ആംഗിൾ എന്ന് വിചാരിച്ചാൽ ആ പോർഷനിൽ കിട്ടുന്നതെല്ലാം നമുക്ക് 110 ഡിഗ്രി ആയിരിക്കും. അവിടുത്തെ ആ സെഗ്മെൻറ്റിലുള്ള അല്ലെങ്കിൽ ആ ആർക്കിലുള്ള ബാക്കി സർക്കിളുകളെല്ലാം. ഇവിടെ നമുക്ക് പേര് കൊടുക്കാം. എ ബി സി എന്ന് കൊടുത്തു, ഇതിന് ഒ എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ 140 ഡിഗ്രിയിലാണ് ഈ എ ഒ ബി എന്നുള്ള ആംഗിൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന റിഫ്ലക്സ് ആംഗിൾ അത് 220 ഡിഗ്രി കിട്ടും. അപ്പോൾ ഈ 220യുടെ പകുതി ആയിരിക്കും നമുക്ക് ഈ സി എന്ന് പറഞ്ഞ ആംഗിൾ കിട്ടും. അതായത് 110 ഡിഗ്രി ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്കിവിടെ ഈ ആർക്ക് മാർക്ക് ചെയ്യാം, ഈ സെഗ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ റെഡിങ്കിൽ മാർക്ക് ചെയ്യുന്ന ഈ സെഗ്മെൻറ്റ് എ സി ബി എന്ന് പറയുന്ന ആ ആർക്ക്, ഇതിനുള്ളിൽ വരുന്ന ആംഗിളുകളെല്ലാം ഇവിടെ ഇപ്പോൾ എ എന്നും ഈ ബി എന്നും തുടങ്ങി ഈ സെൻറ്ററിലേക്ക് ഈ എ സി ബി എന്ന് പറഞ്ഞ ആർക്കിലേക്ക് അവിടെ വെർട്ടെക്സ് ആയിട്ട് വരുന്ന ആ പോയിന്റിലേക്ക്, സർക്കിളിലെ പോയിന്റിലേക്ക് വരയ്ക്കുന്ന എല്ലാ ആംഗിൾസും 110 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി ഹാഫ് ദി ആംഗിൾസ് ഇൻ ദി അതർ പാർട്ട്. അപ്പോൾ ഹാഫ് ദി ആംഗിൾസ് ഇൻ ദ അതർ പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സർക്കിളിനകത്ത് വരയ്ക്കുന്നതുകൊണ്ട് തന്നെ അതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലായിരിക്കും. അപ്പോൾ നമുക്കിവിടെ വരച്ചിട്ടില്ല എ ബി എന്ന് മാർക്ക് ചെയ്തു.
ഇവിടെയാണ് ഒരു ആംഗിൾ വരിക എന്ന് വിചാരിക്കുക, അത് സി എന്ന് വിചാരിച്ചു. അപ്പോൾ അതർ പാർട്ടിൽ ഇവിടെ ഡി എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു നമുക്ക് 180 ഡിഗ്രി കിട്ടണം. കാരണം ഇത് സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണ്. ഈ സി എന്ന് പറയുന്നത് ഈ ഡിയുടെ ഇരട്ടി ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഡിയുടെ പകുതിയാണ് സി എന്ന് വിചാരിച്ചാൽ, നമുക്ക് അവിടെ കിട്ടുന്ന ഈ കൂട്ടുമ്പം 180 ഡിഗ്രി കിട്ടുകയും ചെയ്യണമെങ്കിൽ നമുക്ക് സീനെ സി പ്ലസ് 2c എടുക്കാം, ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ 3c ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ സി ഈസ് ഈക്വൽ ടു നമുക്ക് 60 ഡിഗ്രി എന്ന് എടുക്കാം. അപ്പോൾ ആംഗിൾ സി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണെങ്കിൽ ദെയർഫോർ ആംഗിൾ ഡി ഈക്വൽ ടു നമുക്ക് 120 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. ഇനി ആംഗിൾ സി 60 ഡിഗ്രി, സെൻട്രൽ ആംഗിൾ ഓഫ് ആംഗിൾ സി ഈക്വൽ ടു 2 ഇൻറ്റു 60 ഈക്വൽ ടു 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് സിയുടെ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി കിട്ടുന്ന രീതിയിൽ നമ്മൾ വരച്ചാൽ ഈ പറഞ്ഞ കണ്ടീഷൻ നമുക്ക് ശരിയാവും. നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ സെൻറ്റർ മാർക്ക് ചെയ്യുന്നു, ഒരു കോഡ് വരയ്ക്കുന്നു. ഇനി ഇവിടെ നിന്നും 120 ഡിഗ്രിയിൽ അടുത്തൊരു റേഡിയസ്, ഇവിടെ റേഡിയസ് വരച്ചു, അടുത്ത റേഡിയസ് വരച്ചു. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ 120 ഡിഗ്രിയാണ്. അപ്പോൾ ഇങ്ങോട്ട് ഒരു കോഡ് വരച്ചു, ഇങ്ങോട്ടേക്ക് ഒരു കോഡ് വരച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് 60 ഡിഗ്രി കിട്ടണം. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങോട്ടേക്ക് വരച്ചു. നമുക്കിന് പേര് കൊടുക്കാം. ഇതിന് എ എന്ന് കൊടുത്തു, ഇതിന് ബി എന്ന് കൊടുത്തു, ഇത് സി കൊടുത്തു, ഇവിടെ ഡി എന്ന് കൊടുത്തു. അപ്പോൾ ഡിയുടെ 2 മടങ്ങായിരിക്കും, സിയുടെ 2 മടങ്ങായിരിക്കണം ഡി. ഇവിടെ 120 ഡിഗ്രിയാണ് സി, അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് 60 ഡിഗ്രി എന്ന് എടുത്തു. ഇനി ഈ സെൻട്രൽ ആംഗിൾ ഇവിടെ 120 ഡിഗ്രി ആകുമ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ളത് 240 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ 240യുടെ പകുതി 120 ഡിഗ്രി ആയിരിക്കും നമുക്ക് ഡി എന്ന് പറയുന്ന ആംഗിൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ചാൽ ഇവിടെ എ സി ബി എന്ന് പറയുന്ന ആംഗിൾ 60 ഡിഗ്രി, ഈ എ സി ബിയുടെ ഈ അതർ പാർട്ടിൽ വരുന്ന എ ഡി ബി എന്ന് പറയുന്ന ആംഗിൾ ഈ 60യുടെ ഇരട്ടിയാണ്, 120 ആയിരിക്കും. ഇനി ഈ പോയിന്റിൽ നിന്ന് എയും ബിയും ഉള്ള ഈ പോയിന്റിൽ നിന്ന് ഇനി നമ്മൾ എത്ര ആർക്ക് വരച്ചാലും, കാരണം ഈ പോയിന്റിൽ നിന്ന് എത്ര വരച്ചാലും ഇവിടെ നമുക്ക് 60 ഡിഗ്രിയാണ് കിട്ടുക, ഇവിടെ എത്ര വരച്ചാലും 120 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഈ സെഗ്മെന്റിൽ, ഈ ആർക്കിൽ വരയ്ക്കുന്ന എ സി ബി എന്ന് പറയുന്ന ആർക്കിൽ വരയ്ക്കുന്ന ആംഗിളിൻ്റെ 2 മടങ്ങായിരിക്കും എ ഡി സി എന്ന് പറയുന്ന ആംഗിൾ കിട്ടും, എന്ന് പറയുന്ന ആർക്കിൽ കിട്ടുന്ന ആംഗിൾ. ഇനിയത്തെ 4th ക്വസ്റ്റ്യൻ, ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി 1.5 ടൈംസ് ഇൻ ദി ആംഗിൾസ് ഇൻ ദി അതർ പാർട്ട്. അപ്പോൾ ഒരു പാർട്ടിലുള്ളതിൻ്റെ 1.5 ടൈംസ് ആയിരിക്കും അതർ പാർട്ടിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. കാരണം ഇത് വരയ്ക്കുന്നത് നമ്മൾ കഴിഞ്ഞ കണക്കിൽ വരച്ച പോലെ സൈക്ലിക് ക്വാഡ്രിലേറ്റർ തന്നെയാണ്. അതിൻ്റെ പേര് എ എന്നും ബി എന്ന് കൊടുക്കാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ പ്ലസ് ബിക്ക് പകരം 1.5 എ എന്നെടുക്കാം, ഈക്വൽ ടു 180 ആണ്. കാരണം ബിയുടെ 1.5 മടങ്ങായിരിക്കണം, 1.5 ടൈംസ് ഇത് ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1.5 മടങ്ങായിരിക്കണം എ ബി. അപ്പോൾ ബിക്ക് പകരം 1.5 എ എന്ന് കൊടുത്തു. അതായത് എ ആംഗിൾ എ പ്ലസ് 3/2 എ ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. ഇതിനെ ചെയ്താൽ 2 ഇൻറ്റു എ, 2a 5a/2 ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. അപ്പോൾ therefore ആംഗിൾ എ ഈക്വൽ ടു 180 ഇൻറ്റു 2/5 ആയിരിക്കും. അത് ഈക്വൽ ടു 72 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ ബി ഈക്വൽ ടു 72യുടെ 1.5 ടൈംസ്, അല്ലെങ്കിൽ 180 72 കുറച്ചാലും മതി, അത് 108 ഡിഗ്രി ആയിരിക്കും ആംഗിൾ ബി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാം. സെൻട്രൽ ആംഗിൾ എ ഈക്വൽ ടു 2 ഇൻറ്റു 72 ഡിഗ്രി ഈക്വൽ ടു 144 ഡിഗ്രിയാണ്. അപ്പോൾ ആദ്യം സെൻറ്റർ മാർക്ക് ചെയ്തു, സെൻറ്ററിൽ നമ്മളൊരു റേഡിയസ് വരച്ചു, അടുത്തൊരു റേഡിയസ് വരയ്ക്കുന്നു. നമുക്ക് 144 ഡിഗ്രിയിലാണ് നമ്മൾ വരച്ചത്. അപ്പോൾ ഈ ആംഗിള് 216 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ആംഗിൾ വരയ്ക്കാം. അപ്പോൾ ഇവിടെ 144ൻ്റെ പകുതി, ഇത് 72 ഡിഗ്രി ആയിരിക്കും.
ഇതാണ് ആംഗിൾ എ 72 ഡിഗ്രി. ആംഗിൾ ബി നമുക്ക് ഇവിടെ വരയ്ക്കാം. ആംഗിൾ ബി ഇത് നമുക്ക് സി എന്നും ഡി എന്നും വരെ പേര് കൊടുക്കാം. ഇവിടുത്തെ ആംഗിൾ 260ൻ്റെ പകുതി 108 ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ. അപ്പോൾ 72 ഡിഗ്രിയാണ് 72 ഡിഗ്രീൻ്റെ 1.5 ടൈംസ്. അതാണ് 108 ഡിഗ്രി. അതിവിടെ കിട്ടി. അതുപോലെ സെൻട്രൽ ആംഗിൾ നമ്മൾ 144 എന്നും 216 എന്നും കണ്ടുപിടിച്ചു. 144 കിട്ടിയാൽ മതി, 260 നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആയിക്കോളും. അപ്പോൾ നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചത് എയും ബിയും കൂട്ടിയ 180 ഡിഗ്രി കിട്ടും. അപ്പോൾ എയുടെ 3/2 180. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് നിന്ന് എയുടെ വാല്യൂ കണ്ടുപിടിച്ചു. അങ്ങനെ ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. പിന്നെ വരയ്ക്കാൻ എളുപ്പത്തിന് അതിൻ്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ചു. സെൻട്രൽ ആംഗിൾ വരച്ച്, രണ്ടിൻ്റെയും സെൻട്രൽ ആംഗിൾ വരച്ചു. എന്നിട്ട് നമ്മൾ കോഡ്സ് വരച്ചിട്ട് കൃത്യമായിട്ട് ആംഗിൾ മാർക്ക് ചെയ്തു. ഇപ്പോൾ തന്നിരിക്കുന്ന എല്ലാ അളവിലും നമ്മൾ 4 ക്വസ്റ്റ്യനിലും